ലൈംഗികാരോപണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയെങ്കിലും സംരക്ഷിക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ നിലപാടെടുത്ത നേതാക്കളടക്കം ഇപ്പോൾ രാഹുലിന് വേണ്ടി പരസ്യമായി തന്നെ രംഗത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. രാഹുലിനെതിരെയുള്ള പ്രതിഷേധത്തെ പ്രതിരോധിക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് നേതാക്കളുടെയൊക്കെയും ഈ നിലപാട് മാറ്റം. എന്നാൽ സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഒരാൾ പോലും പരാതിയുമായി വന്നിട്ടില്ല എന്നതിലൂന്നിയാണ് UDF നേതാക്കളുടെ പ്രതിരോധം. ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞുവെച്ചു. ഇതിനു പിന്നാലെ രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടി നിലപാടെടുക്കും മുൻപ് രംഗത്ത് വന്ന വനിതാ നേതാക്കളെ തള്ളി MM ഹസനും രംഗത്തെത്തി. ഇങ്ങനെ ആരും പരാതി പറയാത്തൊരു കാര്യത്തിൽ, ആരും കേസ് കൊടുക്കാത്തൊരു കാര്യത്തിൽ അന്വേഷിക്കാൻ വയ്ക്കുകയാണ്. വെച്ചോളൂ, ഞങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ല. പക്ഷേ ഈ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടി സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്നു. മാധ്യമങ്ങളിൽ ആദ്യഘട്ടത്തിൽ വന്നുപോയ ആരോപണങ്ങളല്ലാതെ രാഹുലിനെതിരെ തുടർ ആരോപണങ്ങൾ ഇല്ല എന്നതും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സമാനമായ ലൈംഗികാരോപണത്തിൽ അറസ്റ്റിലാവുക വരെ ചെയ്ത ഭരണപക്ഷത്തെ നേതാക്കൾക്ക് കിട്ടുന്ന പ്രിവിലേജ് രാഹുലും അർഹിക്കുന്നുണ്ട്. അതിന് പാർട്ടിയോ മുന്നണിയോ തടസ്സമായി നിൽക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ. ആരോപണങ്ങൾ പ്രതിരോധിക്കാതിരുന്നാൽ അത് പാർട്ടിക്കും മുന്നണിക്കും ക്ഷീണം ചെയ്യും. പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് രാഹുലിന് നൽകാവുന്ന പരമാവധി ശിക്ഷയായാണ് നേതാക്കൾ ഒന്നടങ്കം വിലയിരുത്തുന്നത്. അതേസമയം നിയമസഭയിൽ എത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ രാഹുൽ തീരുമാനമെടുക്കട്ടെ എന്നാണ് UDF നിലപാട്. തൽക്കാലം അവധിക്ക് അപേക്ഷ നൽകി മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ഉപദേശം. എന്നാൽ രാഹുൽ നിയമസഭയിൽ എത്തുന്ന സാഹചര്യമുണ്ടായാൽ പ്രതിഷേധങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നുമാണ് ധാരണ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.